ചോദിക്കോ ചെന്ന ഉടനെ അമ്മേൻ്റെ ഫസ്റ്റ് ചോദ്യം എന്തായിരിക്കും? സാധനം മൊത്തം വിറ്റ് പോയോ? മെയിനായിട്ട് എന്താ വെച്ചാൽ ഈ കച്ചവടം ചെയ്യുന്ന കാര്യം പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട നേരം. ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ച സാധനം എന്താരോ, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ ഫോണ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഷിയാലേ എന്തിനാ പഠിക്കണേ? ഞാൻ പ്ലസ് ടു. പിന്നെ പഠനം ഇതും നടക്കും. അതെ. എന്താണ് നിന്റെ സംഗതിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക? ഞാൻ ഒരോട്ടോടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ കാണാൻ പറ്റില്ല. ഇന്നാണ് ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റിയത്. ഞങ്ങളെ കണ്ട് നിങ്ങൾക്ക് സാധനം ഒന്ന് തന്ന് നിങ്ങൾ ടേസ്റ്റ് നോക്കി അതിൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് ഒരു ഇതുണ്ടായിരുന്നു. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതെ. പൈസ ഒന്നും വേണ്ട. അത് പോട്ടെ, എന്താ നിൻ്റെ വീട്ടിൽ ആരൊക്കെ? എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ട്, അനിയത്തി ഉണ്ട്, അനിയനുണ്ട്. അപ്പോൾ അവരെ നോക്കണം. അവർക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്ക്? ഉമ്മാക്കും അനിയനിക്കും. ഉമ്മാക്ക് തലൻ്റെ ഉള്ളിൽ, വയറ്റിൻ്റെ ഉള്ളിൽ, കാലിൻ്റെ ഉള്ളിൽ 3 മുഴ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ട്യൂമറിൻ്റെ ഭാഗമായിട്ടാണ്, ട്യൂമറിൻ്റെ ഭാഗമായിട്ടുള്ള മുഴയാണ്. പിന്നെ ശ്വാസം മുട്ടലുണ്ട് അനിയനിക്കും ഇതായിട്ട്. പിന്നെ ഉമ്മാക്ക് വരുന്ന അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ മുഴ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒഴിവാക്കി. പിന്നെ പ്രഷർ, ഷുഗർ എല്ലാ ഇതും ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഏകദേശം രോഗങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്ത എവിടെ വീട് മോനെ? വീട് ബീരാഞ്ചിറ ചെറിയൊരു ആണല്ലേ. പ്ലസ് ടു ഏതാ ചെയ്യുന്നത്? ഞാൻ മെക്കാനിക്കൽ സയൻസ് ആണ്. ഏത് സ്കൂളാ? ഞാൻ JTS കുറ്റിപ്പുറം JTSലാണ്. എങ്ങനെ രണ്ടും കൂടെ അത് എങ്ങനെ പോവാൻ, മുന്നോട്ട് പോവാം? എന്താ പോവാം? ഇതന്നെ വിഷയം കൊണ്ട് തന്നെ ഇറങ്ങിയതാണ് ഞാൻ. രാവിലെ ക്ലാസ് പറഞ്ഞു കൊടുക്കുക. രാവിലെ 9 മണിക്ക് ക്ലാസ്സിന് പോവും. അപ്പോൾ അവിടെ ഒരു 4:30 വരെ ക്ലാസ് വരുന്നത്. 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ 5 മണി ഒക്കെ ആവും. അത് കഴിഞ്ഞ് ഞാൻ സാധനം പാക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേന് ഒരു എങ്ങനെ ആയാലും എങ്ങനെയല്ല. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ തിരൂരാണെങ്കിൽ ആലത്തൂരാണെങ്കിൽ ആലത്തൂരൊക്കെ ആയിട്ട് എത്തുമ്പോഴത്തേന് ഏരാവും, രാത്രിയാവും. അത് തന്നെ നമുക്ക് ചിലപ്പോൾ 5 or 6 ചിലപ്പോൾ ഫുള്ള് പോകും. നമ്മളെ കച്ചവടം ചെയ്യുന്നത് അല്ല, നൈറ്റ് വീടുകളിൽ കയറൂല. പകൽ പോവുകയാണെങ്കിൽ ഞാൻ ശനി ഞായർ ഇറങ്ങുകയാണെങ്കിൽ രാവിലെ വീടുകളിൽ കയറും. ഒരു ഉച്ചയെന്നല്ല, ഒരു 4 മണി വരെ ഞാൻ വീടുകളിൽ കയറും. നേരം ഇരുട്ടിന്ന് കാണുമ്പോൾ പിന്നെ വീടുകളിൽ കയറില്ല. കാരണം ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ദിവസം ആദ്യം 30-40 കൊടുത്തിരുന്നു. ഇപ്പം ഞാൻ ചെറിയൊരു ടെറസിൻ്റെ മുകളിൽ നിന്ന് ചെറിയ സ്ലിപ്പായിട്ട് വേണ്ടിക്ക് വാരിലിന് ചതവുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് വെയിറ്റ് എടുക്കാൻ പാടില്ല. ഞാൻ റെസ്റ്റ് കാലിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഇരിക്കാൻ വയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്കിപ്പോൾ 25 പീസ് ഞാൻ ഇപ്പോൾ ഡെയിലി കൊണ്ടാറ്. ഇവിടെ വന്നൊക്കെ ഞാൻ 25 പീസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പരമാവധി ഞാൻ വിറ്റ് കഴിക്കാൻ നോക്കും. അങ്ങനെ നമ്മളെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും പരമാവധി ഞാനൊരു 20 പീസെങ്കിലും. വേറെ നമ്മള് കുറ്റിപ്പുറം പോക്കുണ്ട്, പിന്നെ അതേപോലെ തന്നെ വളാഞ്ചേരി പോക്കുണ്ട്, തിരൂര്, ആലത്തൂര്, മംഗലം, അതുപോലെ തന്നെ എല്ലാ ഏരിയയിലും ഞാൻ പരമാവധി എത്തിപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഉണ്ണിയാൽ ബീച്ചിൽ ഞായറാഴ്ച വൈകിട്ട് ഞാൻ ഉണ്ടാവാറുണ്ട്. ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യും. ഇതന്നെയാണ് മെയിൻ വരുമാന മാർഗം അല്ലേ? ഇത് ഉമ്മ ഉണ്ടാക്കുന്നതാണ്. ഉമ്മ എന്തൊക്കെ ഉണ്ടാക്കും? ഞങ്ങളെല്ലാം ബീഫ്, ചിക്കന്, ചെമ്മീന്, ചൂര, നെല്ലിക്ക, നാരങ്ങ, മാങ്ങ, മുളക്, പൈനാപ്പിൾ, ഈത്തപ്പഴം, എല്ലാ ടൈപ്പും വെജിറ്റേറിയനും ഫ്രൂട്ട്സ്, മീറ്റ് എല്ലാ ടൈപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് പുറമായിട്ട് നമ്മൾ ഉണ്ണിയപ്പം, കൽത്തപ്പം, അണ്ടിപ്പുട്ട്, അതുപോലെ തന്നെയുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ അച്ചാറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അച്ചാറിൻ്റെ ഒപ്പം തന്നെ ആൾക്കാർ ഓർഡർ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ കൂടി ഇങ്ങനെ പോകുന്നു. തീരെ കച്ചവട ദിവസമൊക്കെ ഉണ്ടാവോ? ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? തിരിച്ചുണ്ടോ? നിരാശയോട് കൂടി പോകൂല? അതെ. അമ്മ ഇങ്ങനെ കാത്തിക്കല? അതെ. അമ്മ ചോദിക്കോ ചെന്ന ഉടനെ അമ്മേന്റെ ഫസ്റ്റ് ചോദ്യം എന്തായിരിക്കും? സാധനം മൊത്തം വിറ്റ് പോയോ? അപ്പൊ എന്താ വിറ്റ് പോയില്ലെങ്കിൽ എന്താ മുഖഭാവം? സങ്കടകരമാണ്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വീട് ഉണ്ടോ? വീടുണ്ടോ? വീട് ഇപ്പൊ എനിക്കൊരു ബുള്ളറ്റ് മാനു തന്നെ യൂട്യൂബർ ഒരു വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ അനിയനാണ് ഉണ്ടായിരുന്നത്. ഉണ്ണിയപ്പം വിറ്റിട്ട് അത് കുറച്ച് കാലം, ഒരു 3 വർഷത്തോളമായി ആ വീഡിയോ വന്നിട്ട്. അങ്ങനെ കൂടായിട്ട് വീഡിയോ ബുള്ളറ്റ് മാനു തന്നെ യൂട്യൂബർ തന്നെയാണ് വീഡിയോ ചെയ്തത്. ഈ പണം കൊണ്ടാണ് കുടുംബത്തിന്റെ എല്ലാ ചെലവും. നിന്റെ പേരെന്താ? ഷിഹാലിന്റെ തോണ്ട് തന്നെയാണ്. ഒരു സംശയമില്ല, ഒരിക്കലില്ല. ആണോ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോൾ കളിയും കാലിലൊക്കെ കുറച്ച് കാലത്തിന് മാറ്റി വെച്ച്. ഒരു ദിവസം പഠനത്തിൻ്റെ സമയം എപ്പോഴാ? പഠനം പരമാവധി ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു 9:30-10 മണിക്ക് ശേഷം ഇരുന്ന് നോക്കും. 10 മണി to 11:30 വരെയൊക്കെ നോക്കും. വായിക്കും പരമാവധി. പിന്നെ ഞാൻ സുബൈക്ക് ഇരുന്നിട്ട് നോക്കും. ക്ലാസ്സിന് സുബസ്കാരം കഴിഞ്ഞിട്ട്. വീടുകളിലൊക്കെ എങ്ങനെയാണ്? ഒറ്റടിക്ക്
വാങ്ങുന്നവരുണ്ട്, വാങ്ങാത്തവരുണ്ട്. അതെ അതെ, അത് അവരെ ദൂരിലിരിക്കും. ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. ചിലവർ നമ്മളെ സിമ്പതി കൊണ്ട് വൈകുന്നവരുണ്ടാവും, ചിലർ നമ്മളെ പ്രായം കൊണ്ട്, ഈ പ്രായത്തിൽ അവർക്ക് മക്കളുണ്ടാവുമല്ലോ, അപ്പം അത് കണ്ടിട്ട് വൈകുന്നവരുണ്ട്, ചിലർ ആവശ്യക്കാർ വൈകുന്നവരുണ്ട്. പല രീതിയിലാണ് ഇത്. നിന്റെ പിന്നെ ക്യാഷ് ഫുള്ളായിട്ട് ആർക്കാ കൊടുക്കുക കച്ചവടം ചെയ്താൽ? ഒരു അച്ചാറിന് എത്ര ശരിക്ക്? ഇത് ചിക്കനാണ്, ഇത് ചിക്കൻ അച്ചാറാണ്. ഇത് 250 ഗ്രാം ഉണ്ടാവും. അതേപോലെ തന്നെ 190 രൂപയാണ്. ഇതെത്ര? ഇത് ബീഫ് അച്ചാറാണ്. 250 ഗ്രാം 250 രൂപ. ഇത് 1 കിലോ 1 kg 1000 രൂപയാണ് വരുന്നത്. 250 രൂപ വരുന്നത്. നമുക്ക് കച്ചവടം ചെയ്യാൻ വേറെ ആരും കൊടുക്കാല്ലേ, ഉമ്മാക്ക് തന്നെയാണ് കൊടുക്കാറുള്ളത്. നമ്മളെ ആവശ്യങ്ങളൊക്കെ ഉമ്മേനെ നടത്തി വരുന്നത്. അപ്പം പിന്നെ വേറെ ആരും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കാരണവരാണ് വീട്ടിലെ. അതെ അതെ. നിനക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റൂല? റെസ്റ്റ് എടുക്കാൻ ഇപ്പൊ താൽക്കാലികമായിട്ട് കുറച്ച് കാലമായിട്ട് എൻ്റെ നമ്മൾ വീണതിന് ശേഷം ഒരു 2 ആഴ്ച അതല്ലാതെ റെസ്റ്റ് ഇല്ല. ഈ വീണിന് ശേഷം ഇപ്പൊ 2 ആഴ്ച കിടന്നു പറഞ്ഞല്ലോ, 1.5 ആഴ്ച അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നു. കാരണം നമുക്ക് പോവാ, ഇത്രയും കാലമായില്ലേ, ഇപ്പോൾ റോളിങ്. ഇപ്പോൾ അന്നന്ന് ഇപ്പോൾ ഇന്ന് കച്ചവടം ചെയ്താൽ നാളേക്ക് സാധനം വാങ്ങാനും അതുപോലെ കാര്യങ്ങൾ നടക്കാനുമാണ് ചെയ്യാറ്. പൈസ ഉണ്ടാവില്ല, നമുക്ക് കയ്യിൽ വെക്കാനൊരു പൈസ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഓരോ ദിവസം ഇപ്പോൾ ഞാൻ കിടക്കുന്നതിന് ടൈമിൽ തന്നെ നമ്മൾ 2 ആഴ്ച ഞാൻ കിടന്നു പറഞ്ഞല്ലോ, ആ സമയത്ത് നമുക്ക് കുറേ ആവശ്യങ്ങൾ, ഇപ്പോൾ വീട്ടിലെ സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ പലരേക്കൊന്നും കടം മേടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെ സഹായിക്കുന്ന 1-2 ആൾക്കാരുണ്ട്, അവരെ വഴി നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടി. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കണമല്ലോ. നമ്മളൊരു സാധനം കടം മേടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, 1.5 ആഴ്ച ആയപ്പോൾ എനിക്ക് ഇതായി. കാരണം ഞാൻ നമ്മോട് പറഞ്ഞു, ഒരു 1.5 ആഴ്ച ആയാലും ഇത്രയും കാലമായാലും നമ്മൾ പോയിട്ട് പിന്നെ നമ്മൾ പോവാന്നുള്ളൊരു. പിന്നെ 2 ആഴ്ച കറക്റ്റായി. നമുക്ക് 3 മാസം റെസ്റ്റ് വന്നത്. 2 ആഴ്ച ആയപ്പോൾ പിന്നെ ഞങ്ങൾ അച്ഛൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ റിസ്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പേര് ഷാസ് പിക്കിൾ എന്നാണ്. ടേസ്റ്റ് നോക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവും, അത് ഗ്യാരണ്ടി. സ്പൂർത്തോണ്ടാടാ. ചിക്കൻ്റെ ബീഫാണ്. ബീഫ് സ്പെഷ്യലാ? സ്പെഷ്യൽ, മോസ്റ്റ് ഡിമാൻഡിങ്. അതെ അതെ അതെ. ഗൾഫിൽ കൊടുക്കുവോ? അതെ അതെ, കൊടുക്കും. എന്താ സ്മെല്ല് തന്നെ അടിപൊളിയാട്ടാ. ഇത് ഇന്ന് ഇട്ടതാ? ഇന്ന് രാവിലെ ഇട്ടതാ. ബിസ്മില്ലാ. സെറ്റാ. ഇതേതാ മോനെ? ചിക്കൻ. ഞങ്ങളെ 3 ആളെ പേരും കൂടെ മിക്സ് ചെയ്ത് വരുന്നത്. ഷാറാ. അപ്പോൾ ഷാസ് പിക്കിൾസ് വാങ്ങിക്കുക. നിഹാൽ നല്ല മിടുക്കനാണ്. ഇതിന് ക്യാഷ് എത്ര? അതൊന്നും വേണ്ട, അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാ? അത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കുക, നിങ്ങളെ ഒരു അഭിപ്രായം പറയാനുള്ള ഇത്രയും വലിയ പൈസ ഒക്കെ തന്നാണ്ട് പ്രശ്നമില്ല. ആൾക്കാരെന്നെ തല്ലി കൊല്ലൂലേ അല്ലേ? അത് എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങൾക്ക് തരുന്നതാണ്. അത് സാരില്ല, എൻ്റെ സന്തോഷത്തിന് ഞാൻ തരാം. എനിക്ക് സൗജന്യം ഒന്നും വേണ്ട കേട്ടോ. ഇത് വെച്ചോ. ഓക്കെ. അപ്പോൾ എൻ്റെ മോനായിരുന്നു ക്യാമറാമാൻ ഫെസിൻ മുഹമ്മദ്. ഇത് ജ്യേഷ്ഠൻ്റെ മകനാണ്, കൊച്ചു ഗൾഫിൽ നിന്ന് വന്നതാണ്. എങ്ങനെയുണ്ട്? എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട് അല്ലേ? നിനക്കെന്ത് തോന്നിയത്? ഈ കാക്കാനെ കുറിച്ച് എന്താ അഭിപ്രായം? സ്മാർട്ടാണ്. എനിക്കെന്താ അഭിപ്രായം ഈ കാക്കാനെ കുറിച്ച്? നോക്കണില്ല. അതെന്താണോ നോക്കാത്തത്? വേറെ മാർഗമൊന്നുമില്ല അല്ലേ? നമ്മളെ ഷാസ് പിക്കിൾ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ, അതേപോലെ തന്നെ യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ച സാധനം എന്താണോ, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ ഫോണ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അതെന്താ ഈ ഫോണ്? അത് ഞാൻ വരുമ്പോൾ എന്തായാലും അനിയത്തിക്കോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോണാണ്. നമുക്ക് ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എത്തിയിരുന്നു, ഒരു ഓപ്പോ. സെക്കൻഡ് ഹാൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ ഈടാക്കിയിട്ട് ഫോൺ എടുത്തിരുന്നു. അത് അനിയത്തിക്കോ എനിക്ക് പഠിക്കാൻ വേണ്ടി അവിടെ വെച്ചെടുത്ത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വിളിക്കാൻ മാത്രം ആവശ്യമുള്ളൂ. ഫോൺ ശരിക്കും എനിക്ക് ഫോൺ ഇഷ്ടമാണ് വെച്ചാൽ ഇപ്രാക്കാരൊക്കെ യൂസ് ചെയ്യുന്ന സാധനമല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. അതുണ്ടല്ലോ നിങ്ങൾ, ഞാൻ ഓൻ്റെ നമ്പറേ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇവനൊരു ഫോൺ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അതും കൂടെ ഒന്ന് സ്പോൺസർ ചെയ്യാം കേട്ടോ.